ഭക്തിസാന്ദ്രമാണ് തിരുവനന്തപുരം എന്ന് തന്നെ പറയാം. തലസ്ഥാന നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. നാളെയാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നടക്കുക. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കാളികളാകുന്ന ആറ്റുകാൽ പൊങ്കാല ചടങ്ങിന് മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നാളെ രാവിലെ 9:45 പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് പൊങ്കാലയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നത് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധിയാണ്. ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്കായി ക്ഷേത്രവും പരിസരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി ദിനേശ് അവിടെ നിന്ന് ചേരുകയാണ്. നവമി, എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഭക്തരുടെ ഒരുക്ക് ആ അമ്പലത്തിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സന്ധ്യാ സമയം എന്നതാണ് ഈ പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസത്തെ സാഹചര്യം. അപ്പോൾ ദർശനത്തിനായുള്ള ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണോ? രേണുക, നമുക്ക് ഈ തിരുവോണത്തിന്റെ തലേന്ന് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയില്ലേ, അത് വലിയ തിരക്കായിരിക്കും. അതേപോലെ തന്നെയാണ് നാളെ പൊങ്കാലയ്ക്ക് തലേ ദിവസമുള്ള ഒരു പാച്ചിൽ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാളയം മാർക്കറ്റിലാണ്. ഇവിടെ കച്ചവടം പൊടിക്കുകയാണ്. അവസാനവട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, സാധനങ്ങൾ മേടിച്ചോ? മേടിച്ചോണ്ടിരിക്കുന്നു. പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചു, എല്ലാം വാങ്ങിച്ചു. ഇനി മേടിക്കാൻ വേണ്ടി വന്നു. എത്ര വർഷമായി പൊങ്കാല? ഇത് രണ്ടാമത്തെ പ്രാവശ്യം. തിരുവനന്തപുരം എവിടെയാ? കൊല്ലത്തുനിന്ന് വന്നതാണ്. രാവിലെ എത്തി? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളു. വരുന്ന വഴിയാണ്. എവിടെയാ പൊങ്കാല ഇടുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്? കോളേജില്, യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. ഓക്കെ, അങ്ങനെ കൊല്ലത്തുനിന്ന് വന്നവരാണ് ഇവിടെയൊക്കെ. ചേച്ചിമാർ എങ്ങനെയുണ്ട് ചേച്ചി? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം മോശമാണോ? എന്ത് പറ്റി? പോയി ചേച്ചിക്ക് ഭയങ്കര നാണോ കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമല്ല രേണുക, എന്നോടൊപ്പം നിലിനയും കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ന്യൂസ് 18 റിപ്പോർട്ടറാണ്. നിലിനയുടെ ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണല്ലേ നില? എങ്ങനെയുണ്ട് ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ പൊങ്കാലയുടെ ഈ ഒരു വൈബൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇപ്പോഴേ ഭയങ്കര, നമുക്കറിയാം, ഒരു ജനലക്ഷങ്ങൾ ഒന്നുകൂടുന്നതാണ്. ഇപ്പോഴത്തെ ഈ തിരക്ക് കാണുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്രാടപ്പാച്ചിൽ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ തിരക്കാണെന്ന് തോന്നുന്നു. നാളത്തെ ഒരുക്കങ്ങൾ മുഴുവനാക്കാൻ വേണ്ടി എല്ലാ ഇലയുണ്ടോ, പൂവുണ്ടോ, കലമുണ്ട്, അങ്ങനെയല്ല, കച്ചവടമൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിലൊരു തിരക്കാണ് നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. കടക്കാർക്കൊക്കെ എന്തോന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത്. കച്ചവടം തന്നെ. നമുക്ക് അവിടെ ചോദിക്കാം. അവിടെ കുറച്ച് ആൾക്കാർ നമ്മൾ ഈ പടുക്ക വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. മേടിച്ചോ? അവസാനത്തെ സാധനങ്ങൾ വാങ്ങുന്നതിനാണല്ലേ? ചേച്ചി എങ്ങനെയാണ്? അടിപൊളിയായിട്ട് പോകണുണ്ട്. ഉഷാറാണ്. ഒരു ഉത്സവമാണ്. ഉത്സവമാണ്. എത്ര നാളായി പൊങ്കാല ഇടുന്നുണ്ട്? കുറച്ചു നാളായി. നാളിന് ശേഷം വന്നതാ. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. അതെ, നല്ല തിരക്കാണ്. നല്ല ചൂടുണ്ട്. അതെ, നാളെ എവിടെയാണ് പൊങ്കാല ഇടുന്നത്? നാളെ വീടിന്റെ ഫ്രണ്ട് തന്നെ ഇടുന്നു. തിരുവനന്തപുരം വഴുതക്കാട് തന്നെ വീട്. അപ്പൊ എളുപ്പമാണ്. അതെ. അങ്ങനെ വീട്ടിന്റെ അടുത്ത് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്, ദൂരദേശത്തുനിന്ന് വന്നവരുണ്ട്. രാവിലെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിരുന്നു. വലിയ തിരക്കാണ് രേണുക. കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടിയാണ് ആളുകൾ എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. കാരണം ഓരോ വർഷവും കഴിയുന്നവരും നമുക്കറിയാം ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിലെത്തി പൊങ്കാല ഇടുന്നവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അത്രമാത്രം അവരുടെ ആഗ്രഹമാണ്, അവരുടെ സ്വപ്നങ്ങളാണ് സഫലമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും അവർ വന്ന് പൊങ്കാല ഇടുന്നത്. നമ്മളോടൊപ്പം വേറൊരാളോട് ചേരുന്നുണ്ട്. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാ ഒരുക്കവും കഴിഞ്ഞു. നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ. എല്ലാ വർഷത്തെയും? എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? 3-4 വർഷമായിട്ട് ഇടാറുണ്ട്. അത്രയേറെ വിശ്വാസമാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതുണ്ട്, ഭയങ്കര വിശ്വാസത്തിൽ ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നവര്. എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു ഈ ഓരോ തവണയും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ആളുകൾക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ സുരക്ഷയൊക്കെ ഏത് വിധത്തിലാണ്? നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ നാളെ ഒരു യാഗപുരി ആവുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ല കുടിവെള്ളത്തിനായിക്കോട്ടെ, ഭക്ഷണത്തിനായിക്കോട്ടെ, എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഇവിടെ തയ്യാറായിരിക്കുവാണ്. നാളെ അവരുടെ ഭക്തരുടെ ഒരു വർഷത്തെ ഒരു ആഗ്രഹ സബലീകരണം മാത്രം ഇനി നടന്നാൽ മതി. ബാക്കി എല്ലാ ഒരുക്കങ്ങളും എല്ലാ നിലയിലും പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ
എന്തായാലും ഇത്തവണ ഈ ഡ്രോൺ നിരീക്ഷണമുണ്ട് അല്ലെ? പോലീസിന്റെ ഈ തിരക്കൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം സാഹചര്യങ്ങൾ ഒന്നുകൂടി കൂടി ജനലക്ഷങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാൾ ലോക റെക്കോർഡുകൾ വരെ കിട്ടുന്ന സമയത്ത് തിരക്കുകൾ സാധാരണ നിലയിൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഡ്രോണുകളാവുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ നിരീക്ഷിക്കുക. ഒരു പൂർണ്ണമായ ഒരു വലിയൊരു ഏരിയയുടെ വ്യൂ മൊത്തത്തിൽ കിട്ടുമ്പോൾ ഒന്നുകൂടി അത് സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നില്ല പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ ആളുകളാണ് വരുന്നത്. പോലീസിന്റെ ഏതെങ്കിലും ഒരു കണ്ണെത്താത്തിടത്ത് അവിടെ ഡ്രോൺ കൊണ്ട് നിരീക്ഷിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. ഇവിടെ കലമൊക്കെ ചോരുന്നുണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. എത്ര വർഷമായി പൊങ്കാലയിടുന്നുണ്ട്? ഇല്ല, ഒന്നും പറയാനില്ല. പറയൂ എത്ര വർഷമായി പൊങ്കാലയിടുന്നുണ്ട്? രണ്ടാമത്തെ വിശ്വാസമാണല്ലേ? അതെ 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 ഈ ഒരു സമയം അതെ അതെ ആണാണ് മേടിച്ച് ഇനിയിപ്പോ എന്താ മേടിക്കാനുള്ളത്? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എവിടെ ഇടുന്ന? അടുത്ത് തന്നെയാണോ? ബേക്കറി ജംഗ്ഷൻ. പിന്നെ എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾ ഈ പൊങ്കാല ഇടണം എന്ന് ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇവിടെ നഗരത്തിലേക്ക് വന്നാൽ മതി. ഇതിന്റെ ഓരോ മുക്കിലും മൂലയിലും സാധനങ്ങളെല്ലാം തയ്യാറാണ്. ഈ പൊങ്കാലയ്ക്ക് ഇടേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ കരിക്ക് ഒക്കെ വിൽക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടാ, നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. ക്ഷീണിച്ചു വരുന്നവർക്ക് കരിക്ക്. അതെ, കരിക്ക് കൊടുക്കുന്നതായിരിക്കും ഇവിടെ. പിന്നെ 50 രൂപയുള്ളൂ, വിലയൊന്നും കൂട്ടിയിട്ടില്ല. അതെ, നല്ല കരിക്കുണ്ട്. ആർക്കും നാടൻ കരിക്കാണ്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എത്ര പേര് വന്നാലും ഉള്ളു, സാധനം ഇഷ്ടം പോലെ. തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ്. ഇവരെല്ലാം വരവേൽക്കുന്നതിനായിട്ടുള്ള ഒരു ഒരുക്കം കൂടി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഇറക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാർ വരണം. കണ്ട എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. നല്ല കച്ചവടം. നല്ല കച്ചവടമുണ്ട്. എല്ലാവർക്കും നല്ല കച്ചവടമാണ് ഉള്ളത്. ഇവിടെ ചൂട്ടും കൊതുമ്പും ഒക്കെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയാ? ഒരു 80 രൂപ, ഒരു പിടി 80 രൂപ. വില കൂടിയിട്ടൊന്നുമില്ല? ഇല്ല. പണ്ട് ഇന്ന് കഴിഞ്ഞ കൊല്ലം 70 രൂപയ്ക്ക് 80 രൂപ എന്തിനാ കൊടുത്തത്? ഈ കൊല്ലം 80 രൂപ തന്നെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നു. അടിപൊളി. നല്ല കത്തിയുണ്ട് ഇവിടെ, കത്തിയുണ്ട്. പൊങ്കാല കത്തിയാണ്, പൊങ്കാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കണ കത്തിയാണ്. വൃത്തി. മീനൊന്നും അറുത്തിട്ടില്ല, മട്ടന് ചിക്കൻ മാംസമൊന്നും അറുത്തിട്ടില്ല. ഇത് പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം ശർക്കര തേങ്ങ എല്ലാം അരിയാൻ കത്തിയാണ്. പൊങ്കാലയ്ക്ക് വേണ്ടി അറക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കത്തികളുണ്ട്, മറ്റേ തോർത്തുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവര് ഇവിടേക്ക് നേരെ വന്നാൽ മതി. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നത്. കുട്ടികളൊക്കെ വലിയ ആഘോഷത്തിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചയ്ക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നു. ഹായ്, പേരെന്താ? വേദയുടെ വീട് എവിടെയാ? നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ആണോ? എന്നെ സാധനങ്ങളൊക്കെ മേടിച്ചോ? അവരുടെ അമ്മയുടെ കൂടെയാണോ വന്നേ? മോളെ പേരെന്താ? പ്രാർത്ഥന. പൊങ്കാല ഇടുന്നുണ്ടോ നാളെ? ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ആണോ? ആണ്. ഏതായാലും പൊങ്കാല വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് തന്നെയാണ് അതെ നവമി, പൊങ്കാല വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അവസാനവട്ട പർച്ചേസിംഗിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. അതിനുശേഷം ഇനി അവസാനവട്ട ഒരു ദർശനമുണ്ട്, അതിനുള്ള ഓട്ടമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ സമയമാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. നവമി, ദിനേശും നിലീനയുമാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.